ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൽ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ സെമസ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ സെമസ്റ്ററിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അവസാനത്തെ ഭാഗത്ത് നമ്മൾ എന്താണ് ഡെറിവേറ്റീവ് എന്നുള്ളതും അതിൻ്റെ ടൈപ്സും അതുമായി ബന്ധപ്പെട്ട കുറേ ടേംസുകളും ഒക്കെ നമ്മൾ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ സെമസ്റ്ററിൽ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിന് ഒരു സബ്ജക്റ്റായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. എന്താണ് ഡെറിവേറ്റീവ്? ഡെറിവേറ്റീവിൻ്റെ മീനിങ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. എങ്കിലും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതൊന്നും കൂടെ ക്ലാരിഫൈ ചെയ്ത് തരാം. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻസ്ട്രുമെൻ്റ് ഓർ എൻ അഗ്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം ആൻ അണ്ടർലൈങ് അസെറ്റ്. ഒരു അണ്ടർലൈങ് അസറ്റിൻ്റെ ബേസിൽ അതിൻ്റെ പ്രൈസിൻ്റെ ബേസിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെൻ്റാണ് എന്ത്, ഈ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിൻ്റെ വില നിശ്ചയിക്കുന്നത് ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ വിലയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. അതുകൊണ്ടാണ് അത് ഡിറൈവ് ചെയ്യുന്ന അസറ്റ് എന്ന് പറയുന്നത്. ഒറിജിനലി അസറ്റ് അല്ല, പക്ഷെ എന്താണ്, ഒരു ഒറിജിനൽ അസറ്റിൻ്റെ ക്വാണ്ടിറ്റി പ്രൈസിൻ്റെ ഒക്കെ മേലിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അഗ്രിമെൻ്റ് ആയതുകൊണ്ട്, അപ്പോൾ ആ അസറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതായതുകൊണ്ടാണ് ഇതിനെ ഡെറിവേറ്റീവ് എന്ന് പറയണത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു കമ്മോഡിറ്റി ഡീലറും ഒരു കമ്മോഡിറ്റി ഉണ്ടാക്കുന്ന ആളും ആണെന്ന് വിചാരിച്ചോ. ഇപ്പം ഞാൻ ഒരു കച്ചവടക്കാരനാണ്. വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്ന ഒരു കച്ചവടക്കാരനാണ് ഞാൻ, ഒരു എക്സാമ്പിളിന്. നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരാൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റനീം എന്ന് പറയുന്ന ഒരു കുട്ടി, അവൻ കർഷകനാണ്. അപ്പോൾ അവന് തേങ്ങ കൃഷി ചെയ്യുന്ന ആളാണെന്ന് കൂട്ടിക്കോ. അപ്പോൾ റനീം ഒരുപാട് തേങ്ങാത്തോട്ടത്തിൽ അവൻ ഒരുപാട് തേങ്ങ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിലോ തേങ്ങ ഉപയോഗിച്ചിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കച്ചവടക്കാരനുമാണ്. അപ്പോൾ 2 മാസം കഴിയുമ്പോഴൊക്കെയാണ് നമ്മൾ സാധാരണ തേങ്ങ ഇടാറുള്ളത്. അപ്പോൾ കർഷകനായിട്ടുള്ള റനീമിന് ഒരു പേടി. എന്താണ് പേടി? 2 മാസം കഴിയുമ്പോൾ തേങ്ങൻ്റെ വില കുറയോ എന്നവനൊരു പേടി. ഒരു പക്ഷെ കുറയാം, ഒരു പക്ഷെ കൂടാം. ഫ്യൂച്ചർ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ തേങ്ങൻ്റെ വില കുറയോ എന്ന് റനീമിന് പേടി. ഇപ്പോൾ തേങ്ങക്ക് നല്ല വിലയുള്ള സമയമാണ്. 2 മാസം കഴിയുമ്പോൾ കുറയോ എന്നാണ് അവൻ്റെ പേടി. ഓക്കെ, എന്നെ സംബന്ധിച്ച് ഉള്ള പേടി തേങ്ങൻ്റെ വില കൂടുമെന്നായിരിക്കും. കാരണം ഞാൻ എന്താണ്, തേങ്ങ വാങ്ങിയിട്ട് തേങ്ങ ഉണക്കി തേങ്ങ കൊപ്ര ആക്കി അതിനെ ആട്ടി വെളിച്ചെണ്ണാക്കി വെക്കുന്ന ആളാണ്. അപ്പോൾ തേങ്ങക്ക് വില കൂടുന്നതായിരിക്കും എനിക്ക് പേടി. ഓക്കെ, 2 മാസം കഴിഞ്ഞിട്ടുള്ള സംഭവമായതുകൊണ്ട് എന്നെ സംബന്ധിച്ചും അതൊരെന്താണ്, ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കച്ചവടക്കാരൻ എന്നുള്ള നിലക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കും. തേങ്ങക്കൊരു സ്റ്റേബിൾ പ്രൈസ് ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യാം. കർഷകൻ എന്നുള്ള നിലക്ക് റനീമും എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈസ് തേങ്ങക്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നായിരിക്കും. അപ്പം ഞാനും അവനും തമ്മിലൊരു അഗ്രിമെൻറ്റിൽ എത്താണ്. നിങ്ങൾ 1 കിലോഗ്രാം തേങ്ങ 30 രൂപയ്ക്ക് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് 2 മാസം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 10 കിൻഡൽ തേങ്ങ ഞാൻ വാങ്ങിച്ചോളാം എന്നുള്ളൊരു അഗ്രിമെൻറ്റ് ഞാൻ ഉണ്ടാക്കി. ആ അഗ്രിമെൻറ്റ് അവൻ അഗ്രി ചെയ്തു. ഓക്കെ, ആ കണ്ടീഷനിൽ അവൻ അഗ്രി ചെയ്തു. അങ്ങനെ ആകുമ്പോൾ റനീമിനെ സംബന്ധിച്ചുള്ള ഗുണം എന്താണ്, ഇനി തേങ്ങൻ്റെ പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്താലും ആ ഫ്ലക്ച്വേഷൻസ് എന്തുണ്ടായാലും അത് റനീമിനെ ഇനി ബാധിക്കില്ല. കാരണം 1 കിലോഗ്രാമിന് 30 വെച്ചിട്ട് ഞാൻ അവന് കൊടുത്തോളാം എന്ന് ഞാൻ അഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനെ സംബന്ധിച്ച് ഇനി 2 മാസം തേങ്ങൻ്റെ വില കൂടിയാലും കുറഞ്ഞാലും ഒന്നും അവന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എന്നെ സംബന്ധിച്ചോ തേങ്ങൻ്റെ വില കൂടിയാലും കുറഞ്ഞാലും ഞാനും ടെൻഷൻ അടിക്കണ്ട. കാരണം 30 രൂപ വെച്ചിട്ട് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് തേങ്ങ വാങ്ങാമെന്ന് ഞാൻ അഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ തേങ്ങൻ്റെ പ്രൈസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷനെ നമ്മൾ ഹെഡ്ജ് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് എത്തി. ആ എഗ്രിമെൻറ്റിൻ്റെ വില തീരുമാനിക്കുന്നത് തേങ്ങൻ്റെ വിലയുടെ അടിസ്ഥാനത്തിലായതുകൊണ്ട് ആ എഗ്രിമെൻ്റ് നമുക്ക് എന്ത് പറയാം, ഡെറിവേറ്റീവ് എന്ന് പറയാം. അത് ഫ്യൂച്ചറിലുള്ളൊരു ഡേറ്റിലാണ് വാങ്ങാമെന്ന് പറഞ്ഞത്. ഒരു ഫ്യൂച്ചറിലൊരു പ്രൈസാണ്, ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയാണ്. ആ ക്വാണ്ടിറ്റിയും പ്രൈസും ഫ്യൂച്ചർ ഡേറ്റൊക്കെ നമ്മൾ ഇപ്പോഴേ തീരുമാനിച്ചു വെച്ചു. എന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള എഗ്രിമെൻസുകളെ പറയുന്ന പേരാണ് എന്ത്, ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഫോർവേഡ് ഡെറിവേറ്റീവിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ കൂടി പൊതുവേ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്.
ഓക്കെ, ഇനി മീനിങ് നോക്ക്. ഡെറിവേറ്റീവ്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ കോൺട്രാക്ട്സ് ഹൂസ് വാല്യൂസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദി സം അതർ അസറ്റ്സ് വിച്ച് ആർ കോൾഡ് അണ്ടർലൈങ് അസറ്റ്. ഇവിടെ തേങ്ങയാണ് അണ്ടർലൈങ് അസറ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ കേട്ടോ എല്ലാ കാലത്തും അണ്ടർലൈങ് അസറ്റ് എന്താ വെച്ചാൽ അണ്ടർലൈങ് അസറ്റ് ഈസ് തേങ്ങ എന്ന് പറയാൻ നിൽക്കണ്ട. ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങയാണ്. ഡെറിവേറ്റീവ്സ് ആർ കോൺട്രാക്ട്സ് വിച്ച് ആർ റിട്ടേൺ ബിറ്റ്വീൻ ടു പാർട്ടീസ് ഫോർ ഈസിലി മാർക്കറ്റബിൾ അസറ്റ്സ്. ക്ലിയർ? ഓക്കെ, ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. അതിനൊരു അണ്ടർലൈങ് അസറ്റ് ഉണ്ടാവും, അതിനൊരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂ ഇല്ല. കാരണം അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് അതിന് വാല്യൂ ഉണ്ടാകുക. എല്ലാ ഡെറിവേറ്റീവിനും ഒരേ വിലയാണെന്ന് പറയാൻ പറ്റില്ല. ഓരോ ഡെറിവേറ്റീവിൻ്റെ വില എന്തായിരിക്കും? ആ ഡെറിവേറ്റീവിൻ്റെ അണ്ടർലൈങ് അസറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ ഇവിടെ അണ്ടർലൈങ് അസറ്റ് തേങ്ങ ആയതുകൊണ്ട് 1 കിലോഗ്രാമിന് 30. നിങ്ങളുടെ അണ്ടർലൈങ് അസറ്റ് ഗോൾഡ് ആണെങ്കിലോ സ്വർണ്ണമാണെങ്കിലോ 1 കിലോഗ്രാം നിങ്ങൾക്ക് 30 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ അണ്ടർലൈങ് അസറ്റിൻ്റെ വില മാറ്റം ഉണ്ടാവും, കിലോഗ്രാമിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ അവിടെ എഗ്രിമെൻറ്റിൻ്റെ ഡെറിവേറ്റീവിൻ്റെ വില വ്യത്യാസം ഉണ്ടാവും. സോ ഡെറിവേറ്റീവ് ഹാസ് നോ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ. ദെൻ പ്രീ ഡിഫൈൻഡ് പീരീഡ്. ഇവിടെ നമ്മൾ ഏത് ദിവസമാണ് നമ്മൾ നമ്മുടെ അസറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, ട്രാൻസാക്ഷൻ നടക്കുക എന്നുള്ളത് നമ്മൾ എന്താക്കും? നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കും. ഒരു അവധി വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ അവധി കച്ചവടം എന്നും പറയും. ഓക്കെ, പിന്നെ കോൺട്രാക്റ്റ് ഫുൾഫിൽമെൻറ്റ്. കോൺട്രാക്റ്റ് നമ്മൾ രണ്ട് പാർട്ടി ഉണ്ട്. അപ്പോൾ കോൺട്രാക്റ്റ് ഫുൾഫിൽമെൻറ്റ് എന്നുള്ളതാണ് അതിലൊരു ക്യാരക്ടറിസ്റ്റിക്സ്. വെച്ചാൽ നമ്മൾ അണ്ടർലൈങ് അസറ്റ് അങ്ങോട്ട് കൈമാറുമ്പോൾ ക്യാഷ് ഇങ്ങോട്ട് കൈമാറണം എന്നർത്ഥം. ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ ഹെഡ്ജിങ് റിസ്ക്. എങ്ങനെയാണ് ഈ റിസ്ക് വരുന്നതെന്നും എങ്ങനെയാണ് ഹെഡ്ജ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഈ പ്രൈസ് ഫ്ലക്ച്വേഷനിലാണ് റിസ്ക് ഉണ്ടാകുക. അപ്പോൾ അതിനെ നമ്മൾ ഹെഡ്ജ് ചെയ്യും. മിനിമൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. 2 മാസം കഴിഞ്ഞിട്ടേ നമ്മൾ എന്താക്കേണ്ടിയുള്ളൂ? നമ്മളതിൻ്റെ പൈസയും അതിൻ്റെ ഒറിജിനൽ അസറ്റും കൈമാറേണ്ടതുള്ളൂ. കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ പൈസ കൈമാറേണ്ടതില്ല. പിന്നെ ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഇത് നമ്മൾ സാധാരണ ബാലൻസ് ഷീറ്റിൽ കാണിക്കാത്ത ഒരു ട്രാൻസാക്ഷനാണ്. അതുകൊണ്ടാണ് ഓഫ് ബാലൻസ് ഷീറ്റ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ കോൺട്രാക്റ്റ്, ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസൊക്കെ നമുക്ക് വാങ്ങാനും വിൽക്കാനൊക്കെ പറ്റും. ഓക്കെ, അതുകൊണ്ട് സെക്കൻഡറി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണത്. ഇനി നോക്കുക, അതിൻ്റെ ഹിസ്റ്ററി ഇവല്യൂഷൻ ഉണ്ട്. എങ്ങനെയാണ് ഡെറിവേറ്റീവ് നിലവിൽ വന്നത്, എങ്ങനെയാണ് അത് ഡെവലപ്പ് ആയിട്ടുള്ളത് എന്നാണ്. അത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ സെമിനാർ എടുക്കുകയോ അസൈൻമെൻറ്റ് എഴുതുകയോ ഒക്കെ ചെയ്തതാണ് ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷൻ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഒരുപാട് സമയം വെറുതെ കളയണ്ടെന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ PPT ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇട്ട് തരാം. നിങ്ങൾ എന്ത് ചെയ്യുക? PPT വായിച്ചു നോക്കുക. ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ളത് കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് ഇതായിരിക്കും. ഇതിൻ്റെ ഈ PPTയിലുള്ളതായിരിക്കും. ഇതിൽ ഞാൻ പോയിന്റ് വൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. എന്താണ് അതിൻ്റെ ഒരു ഇവല്യൂഷൻ സ്റ്റേജസ് എന്താണെന്നുള്ളത് നിങ്ങൾ വായിച്ചു നോക്കുക. ക്ലിയർ? ഒരുപാട് PPTസിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ PPTs ഒന്ന് ക്ലിയർ ആയിട്ട് വായിക്കുക. ഇത് PPT ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലല്ല നിങ്ങളുടെ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇവല്യൂഷൻ ഹിസ്റ്ററി നിങ്ങൾ വായിച്ചിട്ട് ചെറിയ പോയിന്റ്സുകളാക്കിയിട്ട് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ക്ലിയർ? ഇതിൽ ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എക്സാമിന് ചോദിക്കാറുള്ള പോയിന്റാണത്. ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ. ആ പോയിന്റ്സുകളാണ് ഇപ്പോൾ ഈ കാണുന്ന PPTകളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഇവിടുന്ന് ഇങ്ങോട്ട് അതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഹിസ്റ്ററി ആൻഡ് ഇവല്യൂഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതും കുറച്ചും കൂടി സ്ട്രെസ് ചെയ്തിട്ട് വായിക്കുക. അത് ഇറ്റ് മേ ആസ്ക് ഫോർ എക്സാമിനേഷൻ ഇൻ ദി എസ്സേ പാർട്ട്. ഓക്കെ, ഇനി നോക്കുക. നമ്മൾ ഡെറിവേറ്റീവ്സിൻ്റെ ടൈപ്സ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേറ്റീവിനെ നമുക്ക് ബേസിക്കലി 3 രീതിയിൽ 3 ബേസിസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തും. ഓക്കെ, 3 ബേസിസിൽ. ഒന്നാമത്തെ ബേസിസ് ഓൺ ദ ബേസിസ് ഓഫ് പേ ഓഫ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റാണ്, അതിൻ്റെ പേയ്മെൻറ്റുകൾ എങ്ങനെ നടക്കുക എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്താക്കുക? ഈ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യണത്. അതിൽ നമുക്ക് 4 ടൈപ്പാണുള്ളത്. ഒന്ന് ഫോർവേഡ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ എക്സാമ്പിൾ ഒരു ഫോർവേഡ്സ് ആണ്. ഓക്കെ, അത് ഫ്യൂച്ചറിലാണെന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ രണ്ടാമത്തത് ഫ്യൂച്ചേഴ്സ്. അത് ഫോർവേഡ് തന്നെയാണ് ബേസിക്കലി. പക്ഷേ ഇറ്റ് വിൽ ബി ട്രാൻസാക്റ്റഡ് ത്രൂ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച്. ഒരു എക്സ്ചേഞ്ച് വഴിയായിരിക്കും അതിൻ്റെ ട്രാൻസാക്ഷൻ എന്നുള്ളത് ആയിരിക്കും. അതാണത് ഫ്യൂച്ചേഴ്സ് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ വേറൊന്നുണ്ട് ഓപ്ഷൻസ്. നിങ്ങൾക്ക് അറിയാം എന്താണ് ഓപ്ഷൻസ് എന്നുള്ളത്. പിന്നെ വേറൊന്നുണ്ട് സ്വാപ്സ്. ഓക്കെ, ഇത് 4 നമുക്ക് ഇനി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. അടുത്ത സെമിസ്റ്ററുകളിൽ അടുത്ത മൊഡ്യൂൾസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കൂടുതൽ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ഇത് മാത്രമേ നമുക്ക് ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളൂ, ഈ 4 കോൺട്രാക്റ്റുകൾ മാത്രം. ഓക്കെ,
പിന്നെ അണ്ടർലൈങ് അസറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യണതെങ്കിൽ നിങ്ങൾക്ക് 2 ടൈപ്പാണുള്ളത്. ഒന്നാമത്തത് കമ്മോഡിറ്റി. അവിടെ കമ്മോഡിറ്റി ആയിരിക്കും എന്ത് നിങ്ങളുടെ അണ്ടർലൈങ് അസറ്റ്. രണ്ടാമത്തത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്. ഇവിടെ എന്തായിരിക്കും ഫിനാൻഷ്യൽ അസറ്റുകളായിരിക്കും നിങ്ങളുടെ അണ്ടർലൈങ് അസറ്റ്. ഇപ്പോൾ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുമ്പോൾ അതൊരു പക്ഷെ എന്താവാം, അത് ഇക്വിറ്റി ആവാം, അത് ഡെറ്റ് ആവാം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാറ്റഗറി ആയിരിക്കാം. ഓക്കെ, ഇനി ട്രേഡിംഗ് മെക്കാനിസത്തിൻ്റെ പേരിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യണതെങ്കിൽ അത് ഓവർ ദി കൗണ്ടർ ഡെറിവേറ്റീവ് ഉണ്ടാവും, അതുപോലെ എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ് ഉണ്ടാവും. ഓവർ ദി കൗണ്ടർ ഡെറിവേറ്റീവും എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾ നോക്കുക, പേ ഓഫിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 4 കാറ്റഗറി. ഒന്നാമത്തത് ഫോർവേഡ്സ്, രണ്ടാമത്തത് ഫ്യൂച്ചേഴ്സ്, മൂന്നാമത്തത് ഓപ്ഷൻസ്, നാലാമത്തത് സ്വാപ്സ്. ഓക്കെ, അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി അണ്ടർലൈങ് അസറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ യു ഹാവ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് ആൻഡ് യു ഹാവ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്. കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് വിച്ച് ദ അണ്ടർലൈങ് അസറ്റ് വിൽ ബി എ കമ്മോഡിറ്റി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, തേങ്ങ ഈസ് എ കമ്മോഡിറ്റി, അടക്ക ഈസ് എ കമ്മോഡിറ്റി. അതുകൊണ്ട് അങ്ങനെയുള്ള അടക്ക, തേങ്ങ പോലുള്ള ചരക്കുകൾ, മലഞ്ചരക്ക് എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ തന്നെ സാധാരണ പറയാം. ചരക്കുകൾ ഭാവിയിൽ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡെറിവേറ്റീവ് ഉണ്ടാക്കണതെങ്കിൽ അതെന്താണ്, അത് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് ആണ്. അതിന് നമുക്ക് വീണ്ടും എന്താക്കാം, 2 ടൈപ്പ് പറയാം, ടാൻജിബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റീസും ഇൻടാൻജിബിൾ ആയിട്ടുള്ള അസറ്റുകളും. ഓക്കെ, ടാൻജിബിൾ ആയിട്ടുള്ള അസറ്റുകൾ, ഇൻടാൻജിബിൾ ആയിട്ടുള്ള അസറ്റുകൾ, അങ്ങനെ 2 കാറ്റഗറി പറയാം നമുക്ക്. ബേസിക്കലി അതിൽ ടാൻജിബിൾ ആയിട്ടുള്ള അസറ്റുകളാണ് ഈ കമ്മോഡിറ്റിയിൽ കൂടുതൽ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ടാൻജിബിൾ ആയിട്ടുള്ള അസറ്റുകളാണ് നമ്മുടെ അണ്ടർലൈങ് അസറ്റ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, അതെന്താണ്, ഒരു ടാൻജിബിൾ, അതൊരു കമ്മോഡിറ്റി ഡെറിവേറ്റീവ് ആണ് ഓഫ് വിച്ച് ദ അസറ്റ് ഈസ് ടാൻജിബിൾ എന്ന് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാറ്റഗറി, അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന രണ്ടാമത്തെ കാറ്റഗറി ഇൻടാൻജിബിൾ ആയിട്ടുള്ള അസറ്റുകൾ. നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇൻടാൻജിബിൾ ആയിട്ടുള്ള അസറ്റുകളാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, ഇൻടാൻജിബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എന്ന് പറയും. ഓക്കെ, ഇനി ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്, ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൽ നിങ്ങൾക്ക് 4 ടൈപ്പ് ഡെറിവേറ്റീവ് കാണാൻ പറ്റും. ഒന്നാമത്തെ ടൈപ്പ് റിയൽ എസ്റ്റേറ്റ് ഡെറിവേറ്റീവ്. ഇവിടെ അണ്ടർലൈങ് അസറ്റ് എന്തായിരിക്കും, നമ്മുടെ ഭൂമിയായിരിക്കും. അണ്ടർലൈങ് അസറ്റ് ഭൂമിയായിരിക്കും, ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ചരക്കുകളല്ല. അസറ്റ് എന്താണ്, റിയൽ അസറ്റ് എന്താണ്, നമ്മുടെ അണ്ടർലൈങ് അസറ്റാണ്. ഇവിടെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ചരക്കുകളാണെങ്കിൽ അത് കമ്മോഡിറ്റിയാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ റിയൽ അസറ്റുകൾ എന്താണ്, നമ്മളെ സംബന്ധിച്ച് അണ്ടർലൈങ് അസറ്റാണ്. അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഡെറിവേറ്റീവ് ഒരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആണ്. രണ്ടാമത്തത് ഫോറിൻ എക്സ്ചേഞ്ച് ഡെറിവേറ്റീവ്. നമ്മുടെ ഫോറിൻ കറൻസികളാണ് അണ്ടർലൈങ് അസറ്റ് എങ്കിൽ അതൊരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആണ് എന്ന് മാത്രമല്ല അതിന് നമ്മൾ എന്ത് പറയും, ഫോറിൻ എക്സ്ചേഞ്ച് ഡെറിവേറ്റീവ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ഇക്വിറ്റി ഡെറിവേറ്റീവ്. ഇക്വിറ്റി, അവിടെ അണ്ടർലൈങ് അസറ്റ് എന്തായിരിക്കും, ഇക്വിറ്റി ആയിരിക്കും. ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ ഇക്വിറ്റി ഷെയർ വാങ്ങാനോ വിൽക്കാനൊക്കെ ആയിരിക്കും. അതിൽ ഇക്വിറ്റിയിൽ ചിലപ്പോൾ എന്ത് വരാം, വെറും സെക്യൂരിറ്റി മാത്രമാവാം, നമ്മൾ പറഞ്ഞതുപോലെ ഇക്വിറ്റി ഷെയർ ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡെക്സുകളാവാം. ഇൻഡെക്സുകൾ ഇപ്പോൾ നമ്മൾ BSE NSE ഒക്കെ നമ്മുടെ അണ്ടർലൈങ് അസറ്റ് ആവാം. അത് നമ്മൾ എന്താക്കിക്കോണമെന്നില്ല, നമ്മളത് കൈമാറ്റം ഒരു അസറ്റ് പോലെ കൈമാറ്റം ചെയ്യണതായിക്കോണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഒരു പ്രൈസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് നമ്മൾ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതൊക്കെ ആവാം. ഓക്കെ, ഇൻഡെക്സ് പ്രൊഡക്റ്റുകൾ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. പിന്നെ ഇക്വിറ്റിക്ക് പോലെ തന്നെയാണ് അടുത്ത കാറ്റഗറിയാണ് ഡെറ്റ് ഡെറിവേറ്റീവ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൽ ഒരു കാറ്റഗറിയാണ് ഡെറ്റ് ഡെറിവേറ്റീവ്. അതിൽ ഇൻട്രസ്റ്റ് റേറ്റഡ് ഡെറിവേറ്റീവ് ഉണ്ടാവും, അതുപോലെ ഗവൺമെൻറ് സെക്യൂരിറ്റി. ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോണ്ട്, ഡിബഞ്ചറൊക്കെ. ഓക്കെ, അതുപോലെ ഗവൺമെൻറ് സെക്യൂരിറ്റീസും ആവാം, നമ്മുടെ പ്രോമിസറി നോട്ട്സ്, പിന്നെ പ്രോമിസറി നോട്ട്സ് അല്ല, നമ്മുടെ ട്രഷറി ബിൽസ് പോലുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസും ആവാം. ഓക്കെ, അതാണെന്ത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയണത്. ക്ലിയർ ആയല്ലോ, ടൈപ്സിൻ്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ
ഇനി അടുത്ത കാറ്റഗറിയാണ് ട്രേഡിംഗ് മെക്കാനിസം. ഒന്നാമത്തത് ഓവർ ദി കൗണ്ടർ, രണ്ടാമത്തത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്. ഓവർ ദി കൗണ്ടർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് പാർട്ടീസ്, ഇപ്പോൾ ഞാനും റെനീമും നേരത്തെ ഡെറിവേറ്റീവ് ഉണ്ടാക്കിയില്ല, അതിൻ്റെ ഇടയിൽ വേറെ ഒരു ബാങ്കോ അല്ലെങ്കിൽ വേറൊരു എക്സ്ചേഞ്ചോ അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ഡെറിവേറ്റീവാണ്. എക്സ്ചേഞ്ചിൻ്റെ പുറത്ത്, അതാണ് ഓവർ ദി കൗണ്ടർ, കൗണ്ടറിൻ്റെ പുറത്ത്. ഇപ്പോൾ രണ്ട് പാർട്ടീസ് മാത്രം ഇൻവോൾവ് ആയിട്ട് രണ്ട് പാർട്ടീസ് അവരുടെ പേഴ്സണലൈസ് ചെയ്തിട്ട് അവരുടെ ഇഷ്ടാനുസരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡെറിവേറ്റീവുകളാണ് ഓവർ ദി കൗണ്ടർ. അത് ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ്, സ്റ്റാൻഡർഡൈസ്ഡ് അല്ല, അത് പേഴ്സണലൈസ്ഡ് ആണ്, കസ്റ്റമൈസ്ഡ് ആണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. എക്സ്ചേഞ്ച് ട്രേഡഡ് എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ചേഞ്ചിലാണ്, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചിലോ ആയിരിക്കും എന്തുണ്ടാകുക, ഡെറിവേറ്റീവ് ഉണ്ടാകുക. ആ ഡെറിവേറ്റീവ് നമുക്ക് വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യാം. വേറൊരു പാർട്ടി നമ്മളെ കയ്യിൽ നിന്ന് അസറ്റ് വാങ്ങുന്ന ആളാരാ വിൽക്കുന്ന ആളാരാന്നൊന്നും നമുക്കറിയില്ല. എക്സ്ചേഞ്ച് ആണ് ഇൻ ബിറ്റ്വീൻ നമ്മളുടെ ഇടയിൽ ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ വാങ്ങുന്ന ആളെയും വിൽക്കുന്ന ആളെയും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ വി ആർ ഡീലിംഗ് വിത്ത് എക്സ്ചേഞ്ച്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർ വാങ്ങുന്ന പോലെ തന്നെ നമ്മൾ ഷെയർ വാങ്ങുമ്പോൾ ആരാണ് നമുക്ക് ആ ഷെയർ തന്നു നമുക്കറിയില്ലല്ലോ. നമ്മൾ വി ആർ ബൈങ് ഫ്രം ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നമുക്കത് മാത്രമേ അറിയുള്ളൂ. ആൻഡ് വെൻ വി ആർ സെല്ലിംഗ് യു ഡു നോട്ട് നോ ഹൂ ബൈസ്, നമുക്ക് ആരാ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളത് അറിയേണ്ട ആവശ്യമില്ല. കാരണം ദർ ഈസ് എ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ അസ്, നമ്മുടെ ഇടയിൽ ഒരു ഇൻ്റർമീഡിയറി ഉണ്ട്, ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഡീൽ ചെയ്യുന്നതാണ് എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ അണ്ടർലൈങ് അസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മാറ്റിയാലും കമ്മോഡിറ്റി ഡെറിവേറ്റീവ്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു പേ ഓഫ് ഉണ്ടാവും, അതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയെന്നുള്ളത്. അപ്പോൾ കമ്മോഡിറ്റി ഡെറിവേറ്റീവിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഫോർവേഡും ഫ്യൂച്ചറും ഓപ്ഷനും സ്വാപ്പും ഉണ്ടാവും. കമ്മോഡിറ്റി ഡെറിവേറ്റീവിൽ എന്തുണ്ട്, ഫോർവേഡും ഫ്യൂച്ചറും സ്വാപ്പൊക്കെ ഉണ്ട്. ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും ഈ 4 കാറ്റഗറി ഉണ്ട്. കാരണം അതിൻ്റെ പേ ഓഫിൻ്റെ അടിസ്ഥാനത്തിൽ 4 കാറ്റഗറി ഉണ്ടാവുമല്ലോ. അതുപോലെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൽ പേ ഓഫിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടാവും, ഈ 4 കാറ്റഗറി ഉണ്ടാവും. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മേ ബി എ ഫോർവേഡ്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മേ ബി എ ഫ്യൂച്ചർ, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മേ ബി എൻ ഓപ്ഷൻ, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മേ ബി എ സ്വാപ്സ്, അങ്ങനെയൊക്കെ പറയാം. അതിൽ റിയൽ എസ്റ്റേറ്റ്, നിങ്ങളുടെ അണ്ടർലൈങ് അസറ്റ് റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ അതിലെന്തുണ്ട്, ആ റിയൽ എസ്റ്റേറ്റ് അണ്ടർലൈങ് അസറ്റിലുള്ള കമ്മോഡിറ്റി ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്താവാം, ഒരു ഫോർവേഡ് ആവാം, ഫ്യൂച്ചർ ആവാം, ഓപ്ഷൻ ആവാം, സ്വാപ്പ് ആവാം. ക്ലിയർ ആയല്ലോ? ഇവിടെ നിങ്ങൾക്ക് അതിൽ വേറെ കാറ്റഗറി ഉണ്ട്, ഇക്വിറ്റി. ആ ഇക്വിറ്റി ഡെറിവേറ്റീവ് എന്താവാം, ഒന്നുകിൽ ഫോർവേഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ ആയിരിക്കും, സ്വാപ്പ് ആയിരിക്കും. കാരണം അതിൻ്റെ പേ ഓഫിൻ്റെ അടിസ്ഥാനത്തിലാണ്. പേയ്മെൻറ്റ് എങ്ങനെയാണോ അപ്പോൾ അതിനൊരു പേര് വരും. അപ്പോൾ ഫോർവേഡ് ഇക്വിറ്റി ആണെങ്കിൽ, ഇക്വിറ്റി ഡെറിവേറ്റീവ് ആണെങ്കിൽ അത് ഇക്വിറ്റി ഫോർവേഡാണ്. ഇനി ഇക്വിറ്റി ഫ്യൂച്ചർ ആണെങ്കിൽ അത് ഇക്വിറ്റി ഫ്യൂച്ചറാണ്. അതുപോലെ തന്നെയാണ് ഡെറ്റും. ഡെറ്റ് ഫോർവേഡ് ആവാം, ഫോർവേഡ് ഡെറ്റ് ആവാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡെറ്റ് ആവാം. അതുപോലെ ഓപ്ഷൻ ഡെറ്റ് ആവാം, സ്വാപ്പ് ഡെറ്റ്, അതൊക്കെ ആവാം. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് ആവാം, ഗവൺമെൻറ് സെക്യൂരിറ്റി സ്വാപ്സ് ആവാം, അങ്ങനെ എന്തും ആവാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് പേ ഓഫിൻ്റെ അടിസ്ഥാനത്തിലാണ്, പേയ്മെൻറ്റ് എന്താണെന്ന് നോക്കിയിട്ടുള്ളതാണ്. ഒരു ബ്രോഡ് കാറ്റഗറിയിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് 3 കാറ്റഗറൈസ് ചെയ്യാം. ആ 3 കാറ്റഗറിയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഇതിലുള്ളത് ഏതും ഫോർവേഡോ ഓപ്ഷനോ ഫ്യൂച്ചറോ സ്വാപ്സോ ഒക്കെ ആവാം. അപ്പോൾ ഫോർവേഡ്, ഓപ്ഷൻ, ഫ്യൂച്ചർ, സ്വാപ്സ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാറ്റഗറിയാണ്. അത് പേയ്മെൻറ്റിൻ്റെ അടിസ്ഥാനം അല്ല പേ ഓഫിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ പറയാം. ക്ലിയർ ആയല്ലോ? ഇനി ഓവർ ദി കൗണ്ടറിൽ ഡെറിവേറ്റീവ് നമ്മൾ എന്ന് പറഞ്ഞല്ലോ, ഓവർ ദി കൗണ്ടർ അതും ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പൊക്കെ ആവാം. പക്ഷേ ഓവർ ദി കൗണ്ടറിൽ പിന്നെ ഫ്യൂച്ചറും ഓപ്ഷനും ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രം. കാരണം അത് ഫ്യൂച്ചർ എന്ന് പറഞ്ഞത് ഫോർവേഡിൻ്റെ എക്സ്ചേഞ്ച് ട്രേഡഡ് ആണ്. മനസ്സിലായല്ലോ? ഫോർവേഡ് ഓവർ ദി കൗണ്ടറും അതിൻ്റെ എക്സ്ചേഞ്ച് ട്രേഡഡ് ആണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ആ കാറ്റഗറി ഉണ്ട് എന്നർത്ഥം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി നോക്കുക, ഓവർ ദി കൗണ്ടറിൻ്റെ മെറിറ്റും ഡിമെറിറ്റും. ഓവർ ദി കൗണ്ടർ എന്ന് പറഞ്ഞാൽ പുറത്ത് ഉണ്ടാക്കുന്നതാണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് വഴിയല്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതിന് ഫ്ലെക്സിബിലിറ്റി കൂടും, കസ്റ്റമൈസ്ഡ് ആണ്, നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഉണ്ടാക്കാം. അണ്ടർലൈങ് അസറ്റ്, ഏത് അണ്ടർലൈങ് അസറ്റ് നമുക്ക് വേണമെങ്കിൽ വെക്കാം. ഒക്കെ 2 പാർട്ടി മാത്രമേ ഉള്ളൂ, ആ പാർട്ടി ഉണ്ടാക്കുന്ന അഗ്രിമെൻ്റ് അനുസരിച്ചിട്ടാണ്. ഓക്കെ, അതിൻ്റെ ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ തേങ്ങ ഉള്ളതെങ്കിൽ എനിക്ക് തേങ്ങ വാങ്ങാൻ ആവശ്യമുള്ള ആളെ കണ്ടെത്തണം. അണ്ടർലൈങ് അസറ്റിന് മാച്ചിങ് ആയിട്ടുള്ള പാർട്ടിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. എക്സ്ചേഞ്ച് ട്രേഡറിൽ അത് ആവശ്യമില്ല. കാരണം അതിൻ്റെ ഹൊറൈസൺ എന്ന് പറയുന്നത് വളരെ വൈഡാണ്. മാർക്കറ്റ് അല്ലേ, അതൊരു എക്സ്ചേഞ്ച് അതിൻ്റെ അകത്തുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഹൊറൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈഡാണ്, ആക്സസിബിലിറ്റി വളരെ കൂടുതലാണ്. മറ്റേത് നമ്മുടെ കയ്യിൽ മാത്രമുള്ളൊരു സാധനമാണ്. അതിന് നമുക്ക് നമ്മുടെ ലൊക്കാലിറ്റിയിൽ നിന്ന് ആളെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവും. പിന്നെ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൗണ്ടർ പാർട്ടി റിസ്ക് വളരെ കൂടുതലാണ്. കാരണം എക്സ്ചേഞ്ച് ഇതിൻ്റെ ഇൻബിറ്റ്വീൻ ഇല്ലല്ലോ. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഡീഫാൾട്ട് ആയി കഴിഞ്ഞാൽ ഡീഫാൾട്ട് റിസ്ക് ഉണ്ടാവും. ക്രെഡിറ്റ് റിസ്ക് വളരെ കൂടുതലാണ്. സ്ക്യൂഡ് പ്രൈസിങ്, കാരണം ഇതിലൊരു 2 പാർട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പാർട്ടി വിചാരിക്കുന്ന രീതിയിലാണ് പ്രൈസിങ് പോകും. ഒരു ജനറൽ പ്രൈസിങ്ങിന് സാധ്യത കുറവാണ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലുമായിരിക്കും. അതാണ് അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും. അപ്പോൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ആകുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. മെറിറ്റ് എന്തായിരിക്കും, കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടാവില്ല, ട്രാൻസാക്ഷൻ കോസ്റ്റ് നോർമലായിരിക്കും, കണ്ടിന്യൂസ് ട്രേഡിംഗ് ഉണ്ടാവും. അതുപോലെ ഒരാൾക്ക് എൻ്റർ ചെയ്യാൻ എക്സിറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്, എക്സ്ചേഞ്ച് അതിൻ്റെ ഇൻബിറ്റ്വീൻ ഉള്ളത് കൊണ്ട്.
അതിൻ്റെ ഡീമെറിറ്റ് എന്താ? ഫ്ലെക്സിബിലിറ്റി വളരെ കുറവാണ്, സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കും എന്നർത്ഥം. കാരണം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡെറിവേറ്റീവ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വേണ്ടത് 10 കിൻഡൽ തേങ്ങയാണെങ്കിൽ, തേങ്ങ ഡെറിവേറ്റീവ് നമുക്ക് അവൈലബിളും ആണെങ്കിൽ എനിക്ക് 10 കിൻഡലിൻ്റെ കിട്ടിക്കോണമെന്നില്ല. ഒരു പക്ഷേ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് ചിലപ്പം പിന്നെ 1 കിൻഡലിൻ്റെതായിരിക്കും. അപ്പോൾ ഞാൻ 10 കിൻഡലാണ് എനിക്ക് ആവശ്യമുള്ളതെങ്കിൽ ഞാൻ 10 ഡെറിവേറ്റീവുകൾ വാങ്ങേണ്ടി വരും. എൻ്റെ ഇഷ്ടാനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റിക്കോണമെന്നില്ല. ഇനി എനിക്ക് പിന്നെ 1/2 കിൻഡൽ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് അത്രേ അവൈലബിൾ ആയിട്ടുള്ളൂ, 1 കിൻഡൽ അവൈലബിൾ ആയിട്ടുള്ള ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് 1/2 ഡെറിവേറ്റീവ് വാങ്ങാനും പറ്റില്ല. അപ്പോൾ അവിടെ ഉള്ളത് നമ്മൾ വാങ്ങേണ്ടി വരും എന്നർത്ഥം. സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും അതിനുണ്ടാകുക. അല്ലാതെ നമ്മളുടെ ഇഷ്ടാനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാനും കുറക്കാനും പറ്റില്ല. അവിടെ 500 കിലോഗ്രാമിൻ്റെ 500 കിലോഗ്രാം അണ്ടർലൈങ് അസറ്റ് വെച്ചിട്ടുള്ള ഒരു ഡെറിവേറ്റീവ് ആണെങ്കിൽ ആ എഗ്രിമെൻറ്റ് നമ്മൾ വാങ്ങുമ്പോൾ ആ 500 കിലോഗ്രാം നമ്മൾ ട്രാൻസാക്ഷൻ നമ്മൾ നടത്തൽ നിർബന്ധമാണ്. നമുക്കൊരു പക്ഷേ 500 കിലോഗ്രാം കുരുമുളകിൻ്റെ അല്ലെങ്കിൽ വേറെ നമ്മൾ വാങ്ങാൻ പോകുന്ന അണ്ടർലൈങ് അസറ്റ് ആവശ്യം ഉണ്ടാവില്ല. എങ്കിൽ പോലും അത് നമ്മൾ ഡെറിവേറ്റീവിൽ അത്ര ഉണ്ടെങ്കിൽ വാങ്ങാൻ നിർബന്ധമായിരിക്കും. അപ്പോൾ ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് തീരുമാനിക്കുന്നതാണ്, നമ്മൾ തീരുമാനിക്കുന്നതല്ല. ഓക്കെ, അപ്പം അത് കസ്റ്റമൈസ്ഡ് അല്ല എന്നർത്ഥം. ക്ലിയർ? ഇനി അതിൻ്റെ ഡിഫറൻസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഡിഫറൻസ്. ഒന്നിൽ കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ട് ETCയിൽ, ETCയിൽ ഉണ്ടാവില്ല. OTCയിൽ എന്തുണ്ട്? കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ട്. പിന്നെ ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ച് ഉണ്ടാവും ETCക്ക്, മറ്റേതിന് അങ്ങനെ ഉണ്ടാവില്ല. ഒരു കസ്റ്റമൈസ്ഡ് ആണ്, 2 പാർട്ടി ഉണ്ടാവുള്ളൂ. പിന്നെ ETCക്ക് ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവാണ്, OTCക്ക് ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. ETC സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, OTC കസ്റ്റമൈസ്ഡ് ആണ്. പിന്നെ ETCയിൽ പ്രൈസസ് ആർ പബ്ലിക്കലി അവൈലബിൾ, OTCയിൽ അങ്ങനെ അവൈലബിൾ അല്ല. പിന്നെ ETC എന്ന് പറയുന്നത് മാർക്കറ്റ് ട്രേഡേഴ്സ് ഡു നോട്ട് നോ ഈച്ച് അതർ. മാർക്കറ്റ് ട്രേഡേഴ്സിന് ആരും സെല്ലറും ബയറും ആരും പരസ്പരം അറിഞ്ഞോണം നിർബന്ധമില്ല, അറിയില്ല, അറിയണം നിർബന്ധമില്ല. മറ്റേ OTCയിൽ പക്ഷേ 2 പാർട്ടിയും അടുത്തടുത്ത ആൾക്കാരായിരിക്കും, അവർക്ക് പരസ്പരം അറിയും. ക്ലിയർ? ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഇന്നിപ്പോൾ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ യു ഹാവ് ടു ആസ്ക് മീ. സാധാരണഗതിയിൽ നിങ്ങൾ അങ്ങനെ ചോദിക്കാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ഹാവ് ടു ആസ്ക് മീ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.